മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. തിരുവനന്തപുരം മേയർ അടുത്തതായിട്ട് സാധാരണക്കാർക്ക് വേണ്ടി ചെയ്തു കൊടുത്തത് നിങ്ങൾ കണ്ടോ? അദ്ദേഹം വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് പ്രശ്നങ്ങൾ ഏത് തരത്തിൽ കൈകാര്യം ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞതും നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. അതിനു മുമ്പേ ആയിട്ട് ഓരോ മലയാളിയും തിരിച്ചറിയേണ്ടതാണ്, ഒരു സാധാരണക്കാരി എന്നല്ല, നിരവധി സാധാരണക്കാര് കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് ഒരു പ്രദേശത്ത് ഒരു പോലീസുകാരി തന്റെ വീട്ടില് 70ഓളം തെരുവ് നായ്ക്കളെ വളർത്തുക, അതിന്റെ കൊരയും ബഹളവും അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെതായ സ്മെല്ലും അങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് ആ പോലീസുകാരുടെ വീടിന്റെ ചുറ്റുവട്ടത്തുള്ള അയൽവാസികളായിട്ടുള്ള ആളുകള് വലിയ ദുരിതത്തിലായിട്ട് കഴിഞ്ഞ 3 വർഷക്കാലമായി. അവര് കയറാൻ ഇനി ഒരു സ്ഥലമല്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ പോയിട്ട് അവര് പരാതി പറഞ്ഞു. ഒരു റിസൾട്ടിലേക്കും ഒരു ഉത്തരത്തിലേക്കും എത്താൻ സാധിച്ചില്ല. കഴിഞ്ഞ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ച ഭരണാധികാരികൾക്കോ ഇവര് പോയ ഒരു സ്ഥലത്ത് പോലും ഇവർക്കൊരു ഉത്തരം കിട്ടിയില്ല. കാരണം പോലീസുകാരിയാണല്ലോ ഈ തെരുവ് നായ്ക്കളൊക്കെ ആയിട്ട് പോറ്റി വളർത്തി മുന്നോട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടെന്ന് കാര്യമുണ്ടോ? ഇത്തരത്തിൽ ഒരു വിഷയത്തെ തിരുവനന്തപുരം മേയറായിട്ടുള്ള വി രാജേഷ് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചതാ, ഇത് ഞങ്ങൾ പരിഹരിക്കുമെന്ന്. ഇത് പരാതിയുമായിട്ടെത്തിയ സ്ത്രീ മാതൃഭൂമി ന്യൂസിലൊക്കെ വന്നിട്ട് കരഞ്ഞുകൊണ്ട് കാര്യം പറഞ്ഞിരുന്നു. തന്റെ കുഞ്ഞിനെ പുറത്തു വിടാൻ സാധിക്കുന്നില്ല, അതുമാത്രമല്ല വീട്ടിലേക്ക് ഒരു തവണ കയറുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ട്, 100ലേക്ക് പോലും വിളിക്കേണ്ട അവസ്ഥ വന്നു എന്ന്. അവരിപ്പോ എത്ര സന്തോഷത്തിലാണ് കാര്യങ്ങൾ പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. സമീപവാസിയായിട്ടുള്ള രമ്യയാണ്. രമ്യ ഒരു 3 വർഷം മുൻപാണ് ഇവിടെ താമസത്തിന് വരുന്നത്. അന്ന് ഈ വീട്ടിൽ 2 നായ്ക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഇതൊരു 15 നായ്ക്കൾ കടന്നു കഴിഞ്ഞപ്പോഴാണല്ലോ ആദ്യമായി പരാതിയുമായി ചെല്ലുന്നത്. പിന്നീട് 2024 കോർപ്പറേഷന് പരാതി നൽകി, പക്ഷേ ഫലമുണ്ടായില്ല. ഇപ്പോഴിതാ തിരുവനന്തപുരം കോർപ്പറേഷൻ വി രാജേഷ് മേയർ നേരിട്ട് തന്നെ ഇടപെട്ട് എത്രയും വേഗത്തിലൊരു പരിഹാരം കാണുകയാണ്. സമാധാനമായി, വളരെയധികം സമാധാനം, സന്തോഷം, ഒരുപാട് നന്ദിയുണ്ട്. ഒരു 2 വർഷത്തോളമുള്ള എൻ്റെ ഒരു വിഷമമാണ് ഇപ്പോൾ ഇന്നൊരു സൊല്യൂഷൻ കിട്ടിയിരിക്കുന്നത്. 2 വർഷം കൊണ്ട് എനിക്കിവിടെ താമസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത്രയും ദുർഗന്ധവും പട്ടികളുടെ നിരന്തരമായ കൊരയും വീട്ടിന് വെളിയിലേക്ക് വരാൻ കഴിയാണ്ട് വീട്ടിൽ നിന്ന ദിവസങ്ങളുണ്ട്. വളരെയധികം സന്തോഷം, ഒരുപാട് നന്ദിയുണ്ട് മാതൃഭൂമിക്കും മേയറിനും കൗൺസിലറിനും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ കേട്ടില്ലേ, ഇതുപോലെ ഓരോ സാധാരണക്കാരും രംഗത്തെത്തിയിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിച്ചതിന്റെ ഗുണത്തെക്കുറിച്ച് ഈ വിളിച്ചു പറയുന്നത്. വി രാജേഷ് മേയറായി വന്ന സമയം മുതൽ എനിക്കത് ഉപകാരമായി. സാധാരണക്കാരെ വിളിച്ചു പറയാ. ഇവരെങ്ങനെ ഇത് പറയാതിരിക്കും? ഇവര് തിരുവനന്തപുരം കോർപ്പറേഷൻ LDF ഭരിച്ച സമയത്ത് സകല സ്ഥലത്ത് പോയി, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സകല സ്ഥലങ്ങളിലും പോയി. കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് ഒരു പോലീസുകാരിയുടെ വീട്ടിലെ തെരുവ് നായ ശല്യം കാരണോ സ്വന്തം വീട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇവർ മാത്രമൊന്നുമല്ല, ഇവരുമായി ബന്ധപ്പെട്ട അടുത്ത വീട്ടിലൊക്കെയുള്ള ആളുകൾക്ക് തെരുവ് നായകളുടെ ശല്യം. എന്നാൽ ഈ തെരുവ് നായ്ക്കളെ എന്തെങ്കിലും ചെയ്തതാണോ? ഒന്നുമല്ല. ആ നായ്ക്കൾക്കും ജീവിക്കാൻ അവകാശമുണ്ട് എന്ന തരത്തിലാ മേയർ ഈ വിഷയം കൈകാര്യം ചെയ്തത്. ഇനി ആ പോലീസുകാരെ പോയിട്ട് ഞെട്ടിച്ചതാണോ? അല്ല. പോലീസുകാരിയായിട്ടുള്ള ആ വീടിന്റെ ഉടമസ്ഥയോട് കാര്യങ്ങൾ വിശദീകരിച്ചോ, കാര്യങ്ങൾ ചർച്ച ചെയ്തോ. ഒരു നേതാവ് എന്ന് പറയുന്നത്, ആ ഒരു നേതാവിന്റെ മികവ് വി രാജേഷ് പുറത്തെടുത്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സാധാരണക്കാർ കൈയടിക്കുന്നത്. ആ പോലീസ് ഉദ്യോഗസ്ഥയെ പോയിട്ട് വേണ്ടി വന്നാൽ എന്തും ചെയ്യുമെന്ന രീതിയിൽ വളരെ രമ്യമായിട്ട് അവരോട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. ഇതൊക്കെ തന്നെ മുമ്പുള്ള LDF കോർപ്പറേഷൻ ഭരിച്ച ആളുകൾക്ക് ചെയ്യാൻ സാധിക്കില്ലായിരുന്നോ? വളരെ രമ്യമായിട്ട് ഈ പ്രശ്നം അങ്ങ് പരിഹരിച്ചോ. ഈ നായ്ക്കളെ വളർത്തിയ പോലീസുകാരി കോർപ്പറേഷനോട് സഹകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട നായ്ക്കളെ എന്ത് ചെയ്യുന്നു? ഇതൊക്കെ തന്നെ വി രാജേഷ് പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു. ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഭരണസമിതി, അത് എത്ര ബുദ്ധിമുട്ടുള്ള, നമുക്ക് ഭരണസമിതിക്ക് റിസ്ക് വരുന്ന കാര്യമാണെങ്കിലും അത് അഡ്രസ് ചെയ്യണമെന്നുള്ളതാണ്. തെരുവുനായ് പ്രശ്നം ഞങ്ങൾ അഡ്രസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ആരെങ്കിലും പൂച്ചയ്ക്ക് മണി കെട്ടണ്ടേ. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഞങ്ങൾ പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഡിസംബർ 26 ചുമതലയേറ്റ അന്ന് രാത്രി തന്നെ എന്റെ ചർച്ചകൾ ആരംഭിച്ചു. ഇന്നലെ ആയപ്പോഴേക്കും 50 തെരുവുനായ്ക്കളെ സുപ്രീം കോടതിയുടെയും അതോടൊപ്പം തന്നെ അനിമൽ വെൽഫെയർ ബോർഡിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് അതിനെ ABC നടത്തി വാക്സിനേറ്റ് ചെയ്ത് അതിനാവശ്യമായുള്ള വൈറ്റമിനും മിനറൽസും ഒക്കെ അടങ്ങുന്ന വാക്സിൻ കൊടുത്ത് ഒരു 10-15 ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷം ഇന്നലെ 50 എണ്ണത്തിന് ബെൽറ്റെല്ലാം കെട്ടി നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ നായ്ക്കളെ തിരിച്ചറിയാൻ കണക്കിന് ഷെൽട്ടറിലേക്ക് മാറ്റി. കുഞ്ഞു നായ്ക്കളെ അതിന്റെ രീതിയിൽ പരിഗണിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങോട്ടേക്കാണ് നമ്മളിപ്പോ കൊണ്ടുപോകുന്നത്? വണ്ടിത്തടത്തുള്ള കോർപ്പറേഷന്റെ ABC സെന്റർ ഉണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് അടുത്ത ദിവസങ്ങളിൽ അതിന് ABC നടത്തും.
ABC നടത്തി മതിയായ വിശ്രമം കൊടുത്ത് മൾട്ടി കമ്പോണന്റ് വാക്സിൻ കൊടുത്ത് ആന്റി റാബിസ് വാക്സിൻ കൊടുത്ത് നിരീക്ഷണത്തിന് ശേഷം ഈ ടിക് ഫീവറിന്റെ മരുന്നൊക്കെ കൊടുത്തതിന് ശേഷം ഒരാഴ്ച നിരീക്ഷിച്ചിട്ട് അതിനെ ഷെൽട്ടറിലേക്ക് മാറ്റും. ഇപ്പോൾ വണ്ടിത്തടത്തുള്ള കോർപ്പറേഷൻ AB സെന്ററിലേക്കാണ്. നിങ്ങൾ കേട്ടില്ലേ? ആ ശാസ്ത്രീയമായിട്ട് എല്ലാ കാര്യങ്ങളും, അതായത് തെരുവ് നായ്ക്കളും ഏത് രീതിയിൽ അവർക്കും ജീവിക്കാൻ എന്ന രീതിയിൽ തന്നെ, അല്ലാതെ എല്ലാം കൊണ്ടുപോയിട്ട് നശിപ്പിക്കല്ല, അതിൻ്റെതായ രീതിയിലേക്ക് ഒരു സ്ഥലത്തേക്ക് മാറ്റുക, ജനങ്ങൾക്ക് അതിൻ്റെതായ സൗകര്യങ്ങൾ കൊടുക്കുക. ഇതല്ലേ യഥാർത്ഥ ഭരണാധികാരികൾ എന്ന് പറയുന്നത്. ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ കേരളത്തിലെ മറ്റ് ഈ പറയുന്ന മേയർമാരെ മാതിരിയോ മറ്റാളുകളെ മാതിരിയല്ല 5 മണിയാകുമ്പോൾ പൂട്ടിട്ടിട്ട് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങൂല. പകരം രാത്രി 11 മണി വരെ ഈ മേയർ തിരുവനന്തപുരം ജനതയ്ക്ക് വേണ്ടി പണിയെടുത്തോണ്ടിരിക്കുക. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കൂ, പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കപ്പെടുക തന്നെയോ, ഒരു തർക്കമില്ലാത്ത വിഷയ. ഇത് അധികാരത്തിലേക്ക് എത്തിയ സമയം മുതൽ ജനങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് മേയർ. കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. എത്ര സന്തോഷത്തിലാണ് ആ സാധാരണക്കാരി ഉൾപ്പെടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള ആളുകൾ ഈ ഒരു വാർത്തയെ VV രാജേഷ് കൈകാര്യം ചെയ്ത രീതിയൊക്കെ ആളുകൾ നോക്കി എത്ര സന്തോഷത്തിലാണ്. ഇത് കേരള ജനത ഒന്നടങ്ങി കൈയടിക്കലേ. ഇപ്പൊ പെട്ടിരിക്കുന്നത് ആരാണെന്നറിയോ? നമ്മുടെ കേരളത്തിലെ UDF LDF. ഇവര് നിരന്തരം കുറച്ച് കാലമായിട്ട് എന്ത് BJP എന്ന് പറയുമ്പോഴേക്കോ വർഗീയത ഉത്തരേന്ത്യയിൽ ആരെങ്കിലും കല്ല് തട്ടി വീണാലും കല്ലെടുത്തെറിഞ്ഞ് ചെയ്തു എന്ന് ഇവിടെ വാർത്ത കൊടുക്കും. ആ പ്രമുഖ അതായത് അത്തരം സകലരും കൂടി BJP ഒന്നെന്ന് പറയുമ്പോഴേക്കോ വർഗീയത ഇതാണ് നിരന്തരം പറയുന്ന ആളുകൾ ഇപ്പൊ പെട്ട്, UDF LDF പെട്ട്. മലയാളികൾ ഇപ്പൊ BJP എന്താണ് എന്ന് തിരുവനന്തപുരത്തേക്ക് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുക. തിരുവനന്തപുരത്ത് BJP ഉണ്ട്, ഇനി ഉത്തരേന്ത്യയിലേക്ക് നോക്കണ്ട. BJP എന്താണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചെയ്യുന്നത്? അതെ, അവർ സാധാരണക്കാർക്ക് വേണ്ടി 24 മണിക്കൂറും പണിയെടുക്കുക. ഓരോ ഭാഗങ്ങളിൽ തെരുവുനായ ശല്യം, അതേപോലെ തന്നെ മാലിന്യ പ്രശ്നം, സകലത്തിലും ഇടപെട്ടിട്ട് ഞങ്ങൾ ചെയ്തു എന്ന് ഏതെങ്കിലും നേതാവ് വിളിച്ചറിയല്ല, അല്ലെങ്കിൽ BJP ജില്ലാ കമ്മിറ്റി ഇറങ്ങിയിട്ട് വിളിച്ചു പറയല്ല. സാധാരണക്കാർ പറയാ മേയർ വന്നതുകൊണ്ട് പ്രശ്നം പരിഹരിച്ചു എന്ന്. ഇത് കേരളക്കാരെ ഒന്നടങ്കം കണ്ടുകൊണ്ടിരിക്കുക. ഇതിപ്പോ UDF LDF പെട്ടിരിക്കുക. ഇവരൊരു വികസനവും ഇല്ല, ഇവർക്ക് ജനങ്ങളെ പ്രശ്നത്തിൽ തൊടുക പോലുമില്ല. ഇവര് നിരന്തരം പറയുന്നത് BJPയെ വെച്ച് ഭയപ്പെടുത്തിയിട്ട് ആളുകളുടെ വോട്ട് വാങ്ങി തന്ത്രപരമായിട്ട് മുന്നോട്ട് പോകാനായിരുന്നു ഇത്രയും കാലം കേരളത്തിൽ UDFും LDFും ചെയ്തത്. ഏതായാലും അവരിപ്പോ പെട്ടിട്ടുണ്ട്. കാരണം എന്താ? ജനങ്ങൾക്ക് BJP എന്താണ് എന്ന് അറിയണമെങ്കിൽ നേരെ തിരുവനന്തപുരത്തേക്ക് നോക്കിയാൽ മതി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവരെങ്ങനെയാണ് ഭരിക്കുന്നത് എന്ന് നോക്കിയാൽ മതി. അവർ ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളിൽ അതുപോലും LDFും UDFും ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളതും സകലരും തിരിച്ചറിയണോ. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന ഭരണാധികാരികൾ, മേയർ ഉൾപ്പെടെയുള്ള, ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ള സകല ആളുകളും ജനങ്ങൾക്ക് വേണ്ടി നിരന്തരം പണിയെടുക്കുക. ഇതിന്റെയൊക്കെ റിസൾട്ട് വരുന്ന നിയമസഭാ ഇലക്ഷനിൽ കേരളത്തിൽ ഉണ്ടാവും എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.